ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എസ്റ്റുഡിയോ ഓൺലൈൻ. ഞാൻ രാജീവ്. ഇന്ന് ചെറിയ ഒരു വീഡിയോ ആണ്. ഇത് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അൺബോക്സിംഗ് അല്ല, ഞാൻ ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്തു, അതുപോലെ തന്നെ ചെറിയ തോതിൽ നിന്ന് യൂസ് ചെയ്തു. ഇന്ന് നമ്മൾ നോക്കുന്ന പ്രോഡക്റ്റ് ഒരു വേരിയബിൾ ND ഫിൽറ്ററാണ്. ഈ വേരിയബിൾ ND ഫിൽറ്റർ ആക്ച്വലി ND2 മുതൽ ND400 വരെയുള്ള ഓപ്പണിംഗ് ഉള്ള, പക്ഷേ വളരെ ചീപ്പായിട്ടുള്ള ഒരു വേരിയബിൾ ND ഫിൽറ്ററാണ്. ഓക്കെ, ഈ വേരിയബിൾ ND ഫിൽറ്ററിൻ്റെ കമ്പനിയുടെ പേര് ഒസൂറെ എന്നാണ്. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ആമസോൺ സ്റ്റോറിൽ ഈ പ്രോഡക്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വളരെ വില കുറവാണ്, 2875 അങ്ങനെ എന്താണ് ഇതിൻ്റെ വില. അതുപോലെ തന്നെ ഇതിൻ്റെ റേഡിയസ് 77 mm ആണ്. മീൻസ് 77 mm റേഡിയസിൻ്റെ മാത്രമല്ല ഈ ഫിൽറ്റർ അവൈലബിൾ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ലെൻസിൻ്റെ മൗണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര mm ഫിൽറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ലെൻസ് ക്യാപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ 85 mm പ്രൈം ലെൻസിൻ്റെ ലെൻസ് ക്യാപ്പിൽ 58 mm ആണ് നമുക്ക് ഫിൽറ്റർ മുതലായ കാര്യങ്ങൾ ഈ ലെൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ലെൻസ് ക്യാപ്പിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ ലെൻസിൻ്റെ ഒറിജിനൽ ക്യാപ്പാണെങ്കിൽ ലെൻസിൻ്റെ ക്യാപ്പിൽ നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ ജസ്റ്റ് ലെൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഈ ലെൻസിൽ എനിക്ക് മാർക്കിങ്സ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല, പക്ഷേ കൂടുതൽ പോസിബിലിറ്റി ഉള്ളത് നമ്മുടെ ലെൻസ് ക്യാപ്പിലാണ്. പിന്നെ അതുപോലെ തന്നെ തോന്നുന്നു എനിക്ക് ലെൻസ് മൗണ്ടിൽ നോക്കിയാൽ ഓക്കെ, ലെൻസ് മൗണ്ടിലും നമ്മുടെ 85 mm ലെൻസിൽ അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ലെൻസിൽ നിങ്ങളൊന്ന് ഓൾറൗണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെൻസിൽ ആക്ച്വലി അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ലെൻസ് ക്യാപ്പിൻ്റെ ബാക്കിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഞാനിത് ആക്ച്വലി മേടിച്ചത് എൻ്റെ 17-50 mm സിഗ്മ ലെൻസിന് വേണ്ടിയിട്ടാണ്. മീൻസ് അതിൽ IS ഉള്ള ഒരു ലെൻസാണ്. അപ്പോൾ അത്യാവശ്യം സ്റ്റെബിലിറ്റിയൊക്കെ നമുക്ക് ആ ലെൻസിൽ കിട്ടും, നമ്മൾ ഗിംബാളൊന്നും യൂസ് ചെയ്യാത്ത സമയത്ത്. അതുപോലെ തന്നെ നമ്മൾ എന്തിനാണ് വേരിയബിൾ ND ഫിൽറ്റർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിതിൽ ചെറിയൊരു ഡെമോ കാണിക്കാം. ഇത് ബേസിക്കലി നമുക്ക് യൂസ്ഫുൾ ആകുന്നത് വീഡിയോഗ്രാഫിക്കാണ്, ഫോട്ടോഗ്രാഫിക്കും യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോഗ്രാഫി ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ റൂമിനുള്ളിലാണ് ചെയ്യുന്നതെങ്കിൽ റൂമിനുള്ളിലെ ആ ഒരു ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ വെളിച്ചത്തിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ എക്സ്പോഷർ സെറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് പുറത്തേക്കുള്ളൊരു സീൻ കാണിക്കണമെങ്കിൽ പിന്നെ നമുക്ക് ക്യാമറയിൽ അത് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഫിൽറ്റർ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ ഫിൽറ്ററിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സൺ ഗ്ലാസ് പോലുള്ള, നമ്മുടെ ഹ്യൂമൻ ഐക്ക് സൺ ഗ്ലാസ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ക്യാമറയുടെ ലെൻസിന് ഫിൽറ്റർ. അപ്പോൾ നമ്മൾ സൺ ഗ്ലാസ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് വളരെ പ്രകാശമുള്ള ഏരിയയിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കാണാം. അപ്പോൾ ND2-400 എന്ന് പറയുന്നത് ND2 ഫിൽറ്റർ ഒരു നോർമൽ സൺഗ്ലാസ് ആക്കിയിട്ട് കരുതിയാൽ അതിന് മുകളിൽ ഒരു 400 സൺഗ്ലാസ് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഫീലാണോ നമ്മുടെ കണ്ണിൽ വരുന്നത്, ഭയങ്കര ഡാർക്കായിരിക്കും. അതുപോലുള്ളൊരു ഫീലാണ് നമ്മൾ ND400 എത്തുമ്പോഴേ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ഹ്യൂമൻ ഐക്ക് ഒരു സൺഗ്ലാസ് എങ്ങനെയാണോ അതുപോലെയാണ് ലെൻസിന് വേരിയബിൾ ND ഫിൽറ്റർ എന്ന് പറയാം. പിന്നെ വേറൊരു യൂസ്, നമ്മൾ വീഡിയോഗ്രാഫി ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ 24 frames per second വീഡിയോഗ്രാഫി ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഷട്ടർ സ്പീഡ് മാക്സിമം 50, ഇപ്പോൾ DSLR ക്യാമറ ആകുമ്പോഴും മാക്സിമം 50 മാത്രമേ കീപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ഷട്ടർ സ്പീഡ് എപ്പോഴും നമ്മുടെ അപ്പർച്ചറിൻ്റെ ഡബിളാണ് വീഡിയോഗ്രാഫി ചെയ്യുമ്പോൾ കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ 24 ആകുമ്പോൾ 48 ആണ് ഡബിൾ. പക്ഷേ നമുക്ക് ക്യാമറയിൽ 48 എന്ന് പറയുന്ന ഒരു ഷട്ടർ സ്പീഡ് കീപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ 1/50 എന്ന് പറയുന്ന ഷട്ടർ സ്പീഡ് കീപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലൊരു ഫിൽറ്റർ ഫ്രണ്ടിലില്ലെങ്കിൽ, നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിലില്ലെങ്കിൽ നമുക്ക് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ മീൻസ് ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ കൊടുത്ത് നമുക്കൊരു വീഡിയോ എടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമാറ്റിക് ഫീലൊക്കെ കിട്ടണമെങ്കിൽ നമുക്കിതൊരു ND ഫിൽറ്റർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സാധിക്കാത്തതിൻ്റെ കാരണം നമ്മൾ f2.8 ഓപ്പണിംഗ് ഉള്ള ഒരു ലെൻസാണ് എൻ്റെ 17-50 mm ലെൻസ്. ഞാൻ f2.8 ഓപ്പണിങ്ങിൽ കൊടുത്തു, ISO 100 കൊടുത്തു. അതുപോലെ തന്നെ ഷട്ടർ സ്പീഡ് നമുക്ക് തൊടാൻ സാധിക്കത്തില്ല, 1/50 ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമ്മുടെ ചിത്രം വളരെ ഓവർ എക്സ്പോസ്ഡ് ആയിട്ട് നമുക്ക് തോന്നും.
അങ്ങനെ വരുമ്പോഴേ നമുക്ക് ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ മിനിമം ISO കീപ്പ് ചെയ്ത് 1/100, അതിൻ്റെ താഴേക്ക് നമുക്ക് എല്ലാ ക്യാമറയിലും പറ്റില്ല. 1/50 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാമറയുണ്ട്. എങ്കിലും വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലറിന് വേണ്ടി അപ്പർച്ചർ കുറച്ച് കഴിയുമ്പോൾ, നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അപ്പർച്ചർ കൂട്ടിയിട്ട് f22 വരെ ഇട്ട് നമുക്ക് നമ്മുടെ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ അപ്പർച്ചർ നമുക്ക് മാക്സിമം ഓപ്പൺ ആയിട്ട് വേണം. അതിന് കൂടെ തന്നെ നമ്മുടെ ഷട്ടർ സ്പീഡ് നമുക്ക് തൊടാൻ സാധിക്കാത്ത സിറ്റുവേഷനിലാണ് നമുക്ക് ഇതുപോലുള്ള ND ഫിൽറ്ററുകൾ യൂസ്ഫുൾ ആകുന്നത്. പിന്നെ ഈ ഫിൽറ്ററിൽ ഞാനൊരു പ്രശ്നം കണ്ടത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ലെൻസ് ക്യാപ്പ് എനിക്കിതിൽ ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കും, നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ ഈ ഫിൽറ്റർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് കൂടെ കിട്ടുന്ന ഒരു കവറുണ്ട്. ആ കവറിൽ ഇത് നമുക്ക് സൂക്ഷിക്കാം. നമ്മൾ വീഡിയോഗ്രാഫി ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ഈ കവറിനകത്ത് നമുക്ക് തിരിച്ചിട്ട് സൂക്ഷിക്കാം. ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു ഫൈബർ ക്ലോത്ത് എൻ്റെ കയ്യിലിരുന്നതാണ്. ജസ്റ്റ് അതിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞ് മീൻസ് എൻ്റെ ഈ ചെറിയ പ്ലാസ്റ്റിക് കവറിൽ വെക്കുന്നത്. അല്ലെങ്കിൽ ചെറിയ സ്ക്രാച്ചസ് വീഴാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ ഇതാണ് ചെറിയ വേരിയബിൾ ND ഫിൽറ്ററിൻ്റെ റിവ്യൂ. അതുപോലെ തന്നെ ഈ ഫിൽറ്റർ അത്ര ആക്യുറേറ്റ് ആയിരിക്കണമെന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ വ്യൂ ഫൈൻഡറിൽ നോക്കിക്കൊണ്ട് നമുക്കിത് എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരു വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ND ഫിൽറ്ററിൻ്റെ ക്വാളിറ്റി ഇതിൽ കിട്ടത്തില്ലായിരിക്കും. ഞാൻ എക്സ്പെൻസീവ് ND ഫിൽറ്റർ യൂസ് ചെയ്തിട്ടില്ല. എങ്കിലും ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ, ഞാൻ കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത വെന്യൂവിലെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇതിന് കൂടെ ND ഫിൽറ്റർ യൂസ് ചെയ്തെടുത്ത വീഡിയോ ഞാൻ കൂടെ ചേർക്കുന്നു. അപ്പോൾ നമുക്ക് സ്കൈ ഒന്നും ബ്ലോൺ ഔട്ട് ആകാതെ ND ഫിൽറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കീപ്പ് ചെയ്യാം, ഒരു വൈഡ് അപ്പർച്ചർ കീപ്പ് ചെയ്തുകൊണ്ട്. മീൻസ് എക്സ്പെൻസീവ് ഫിൽറ്റർ എന്നൊക്കെ പറയുമ്പോൾ വേരിയബിൾ ND ഫിൽറ്ററിന് പൊതുവേ വില കൂടുതലാണ്. മീൻസ് നമുക്ക് പല സ്റ്റോപ്പ് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് യൂഷ്വലി ഇത് വില കൂടുതലാണ്. അപ്പോൾ ആമസോണിൽ എനിക്ക് ഇങ്ങനെ ഒരെണ്ണം കാണാൻ സാധിച്ചു. അപ്പോൾ ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നു. ഞാൻ പറഞ്ഞ പോലെ iStudio ഓൺലൈൻ്റെ ആമസോൺ സ്റ്റോറിൽ ലിങ്ക് വീഡിയോയുടെ താഴെയുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫിൽറ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ ത്രെഡിൻ്റെ സൈസ് എന്താണോ അതിനനുസരിച്ചുള്ള എത്ര mm ആണ് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ വില ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് വീഡിയോഗ്രാഫിക്കുള്ള ND ഫിൽറ്ററിൻ്റെ യൂസ്. ഞാൻ ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.